അപ്പോഴത്തെ ഫുള്ള് കോട കയറി വരുന്നുണ്ട്. അപ്പോൾ കോടമഞ്ഞിൽ ഓഹോ. ഇനി ഒരു സൈഡിൽ ചെറിയ കാടൊക്കെ ആയിട്ടുള്ള ഏരിയയിലാണ് ഞാൻ നിന്നത്. കാടല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ വേസ്റ്റ് ഇട്ട് കുമിച്ചിരിക്കുകയാണ് ഇവിടെയെല്ലാം. നാറിയിട്ട് നിൽക്കത്തില്ല. നല്ലൊരു സ്പോട്ടായിരുന്നു, പക്ഷെ നശിപ്പിച്ച് കളഞ്ഞു. കോടയാണ് കേട്ടോ, അല്ലാതെ ആകാശമല്ല. സൂപ്പർ കോട. അപ്പോൾ നമ്മൾ വാഗമണ്ണിലോട്ട് ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതുകൂടെ തള്ളിക്കഴിഞ്ഞാൽ വാഗമണ്ണെത്തി. അപ്പോൾ കുരിശുമല അടുക്കാറായി. ഇനി കുരിശുമലയിലോട്ടുള്ള കയറ്റമാണ്. ഈ കയറ്റം അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ കയറി പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ശബരിമല കയറ്റവും ഇങ്ങോട്ടുള്ള വാഗമണ്ണി തീക്കോയിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള കയറ്റമൊക്കെ കയറി വന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ കയറ്റങ്ങൾ കണ്ട് പേടിച്ചാൽ നമ്മളിനി അങ്ങോട്ട് ജാർഖണ്ഡിലോട്ടൊക്കെയുള്ള കയറ്റങ്ങൾ വളരെ വലുതാണ്. ഏതായാലും നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ വാഗമണ്ണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതൊരു വമ്പൻ മലയാണ് കേട്ടോ. ആ മലയുടെ മുകളിൽ മുഴുവൻ കോട കയറി കിടക്കുകയാണ്. താഴോട്ട് നിങ്ങൾക്ക് കാണാം, നല്ല ചെങ്കുത്തായ ഒരു ചെരിവാണ്. അതൊരു മനോഹരമായ മലയാണ്. പണ്ട് തൊട്ടേ ഇവിടെ ഒരു റിസോർട്ട് അടിക്കാനുള്ള ഒരു ആദ്യത്തെ പ്ലാനിങ് നടന്ന സ്ഥലമാണിത്. ഇത് മൊത്തം കുളമായിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇതിലെ ട്രാൻസ്പോർട്ട് ബസ് ഓടുന്ന കാലം തൊട്ട് ഈ സംഭവം അന്ന് ഉണ്ടാക്കിയിട്ടതാണ്. അതായത് ഒരുമാതിരി നമ്മുടെ പൊന്മുടിയിലെ റിസോർട്ട് പോലെയുള്ള സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ മൊത്തം നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോയി. അപ്പോൾ തെണ്ടി ഈ വഴി വളവിങ്ങനെ കയറി നമ്മളിങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണ്, നല്ല സൂപ്പർ ഉറക്കത്തിലാണ് ആള്. അപ്പം ഉറക്കമൊക്കെ കഴിയുമ്പോഴത്തേനും ഞങ്ങൾ വാഗമണ്ണിലെത്തും. അവിടെ നിന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ മുതൽ മുകളിലോട്ട് ഇടുക്കി ജില്ലയാണ്. നമ്മൾ അന്തോണീസ് പുണ്യാളൻ്റെ കുരിശടിയുടെ മുമ്പിലാണുള്ളത്. ഇതുണ്ട് ഗുഡ് ന്യൂസ് ആശാഭവൻ, ഇടുക്കി ജില്ല. അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ല ഒഴിവാക്കിയാൽ 5ാമത്തെ ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് ഇടുക്കി ജില്ല, വാഗമൺ ഏരിയ. അപ്പോൾ വാഗമണ്ണിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നമ്മുടെ വഴിക്കടവ് ഉടൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നമ്മളിങ്ങോട്ട് കയറി ഇടുക്കി ജില്ലയിലോട്ട് പ്രവേശിച്ച് ഇതാ കാണുന്നതൊക്കെ ഈ അപ്പുറത്തെ സൈഡ് മുഴുവൻ കോട്ടയം ജില്ലയാണ്. ആ കാണുന്നത് മുഴുവൻ കോട്ടയം ജില്ലയാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ തങ്ങളുപാറ കുരിശുമല ആശ്രമം തേണ്ടതാണ്. അവിടെ സീറോ മലബാർ സഭയുടെ ഒരു പള്ളി കാണാം. അപ്പോൾ അവിടെ പോയി തങ്ങാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ നമുക്ക് ആ കുരിശുമല ആശ്രമത്തിലോട്ടുള്ള വഴി തള്ളിക്കയറ്റുക എന്ന് പറഞ്ഞാൽ കഠിനമാണ്. കാരണം കുത്തനെയുള്ള കയറ്റമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പം ഇവിടം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോട്ടമല ഭാഗത്തേക്ക് പോകുമ്പോൾ ധാരാളം പള്ളികളുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും തങ്ങാമെന്ന് വെച്ചു. അല്ലെങ്കിൽ കടത്തിണ്ടാക്കി കിടക്കാം, നോ പ്രോബ്ലം. നമുക്ക് പാവി ചെല്ലുന്നിടം പാതാളം എന്നല്ലേ, ഇതുവരെ അങ്ങനെയാണല്ലോ. നമ്മുടെ ജീവിതം മുഴുവൻ പാവി ചെല്ലുന്നിടം പാതാളം എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ആ അവസ്ഥയിലോട്ട് തന്നെ നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച് കുഞ്ഞി നല്ല ഉറക്കത്തിലാണ്. ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ഞാൻ മൂടിക്കെട്ടി. അപ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്, ഇതെന്താ സംഭവം എന്ന് ആർക്കും അറിയത്തില്ല. ഏതെങ്കിലും നന്നായി ചാറ്റൽ മഴ ഉള്ളതുകൊണ്ടും ചെറിയ തണുപ്പുള്ളതുകൊണ്ടും കുഞ്ഞിക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ മൂടിക്കെട്ടിയതാണ്. അല്ലേടി അല്ലേ? അപ്പോഴത്തെ റിസോർട്ടിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരെ കാണാം. അവിടെ കുറേ റിസോർട്ടുകളുണ്ട് ആ മുകളിൽ. അപ്പോൾ നമ്മൾ നേരെ ഇടുക്കി
ഇടുക്കി എന്ന മിടുക്കിയിലേക്ക് കടക്കുകയാണ്. അപ്പോഴത്തെ വാഗമണ്ണിൽ പഴയൊരു വെയിറ്റിംഗ് ഷെഡാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്ന് കിടക്കാമെന്ന് വെക്കുകയാണ്. ഇപ്പോൾ ചാർജിങ് ഒന്നും നടക്കുകയില്ല. അതായത് നാളെ ഇപ്പോൾ എല്ലായിടത്തും പോയിട്ട് ചാർജ് ചെയ്യാമെന്ന് വെക്കാം. അല്ലെങ്കിൽ നോക്കാം, കുറച്ച് കഴിയുമ്പോൾ സൈക്കിൾ ഇവിടെ വെച്ച് പൂട്ടിയിട്ട് മേളിലും എല്ലാം കടയിലും കൊണ്ടുപോയി ചാർജ് ചെയ്യണം. കാരണം ഇവിടെ റേഞ്ച് കുറവാണ്. അപ്പോൾ കുഞ്ഞിനെയും കയറ്റിയിട്ട് ലോക്ക് ചെയ്തിട്ട് മേളിൽ പോയി ചാർജ് ചെയ്തിട്ട് വരാം. കിടന്നുറങ്ങിക്കോടി. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം അങ്ങനെയാണ്. അപ്പോൾ പോയിട്ട് വരാം. ഇപ്പോൾ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതുണ്ട് ഇവിടെ മുഴുവൻ വേസ്റ്റ്. ഞാൻ അങ്ങോട്ട് തൂത്തുവാരി ഇട്ടതാണ് കേട്ടോ. ഇവിടെ കിടന്ന വേസ്റ്റാണിത് മുഴുവൻ. അപ്പോഴത്തേനും നമ്മളിപ്പോൾ കയറി വന്നപ്പം നല്ല കോടയായി. താഴെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ, താഴത്തെ വഴിക്കടവിലെ ഫോറസ്റ്റ് ഓഫീസർ വന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, അവിടെ വേണേൽ വന്ന് കിടക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അത് കഴിഞ്ഞ് നമുക്കിത് മുഴുവൻ തള്ളിക്കയറ്റി വരേണ്ടി വരും, അതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നില്ല, അതുകൊണ്ട് നമ്മളിവിടെ കിടന്നോളാമെന്ന് പറയാണ്ട് ഈ സ്റ്റോപ്പിൽ കിടക്കുകയാണ്. ആ സാറിൻ്റെ വീട് മേളിലാണ്. മേളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോഴത്തെ വണ്ടികളൊക്കെ തകർത്തടിച്ച് കയറി വരുവാണ്. അട്ടയുടെ കടിയൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. ഇത് കണ്ടോ, കോട കയറി നല്ല അടിപൊളിയായി. നമ്മൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാലോ, വാഗമണിൻ്റെ തൊട്ട് താഴെയുള്ള ബസ് സ്റ്റോപ്പിൽ, പഴയ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇന്നിവിടെ കിടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അത് വാഗമണിൻ്റെ ഒരു ഭാഗമാണ്. ഉച്ച കഴിയുമ്പോൾ ചാറ്റൽ മഴ തുടങ്ങും. അപ്പോൾ ഇത് കണ്ടോ, വണ്ടികളൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോകുന്നു. നമ്മളിവിടെയാണ് ഇന്ന് കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, നല്ല അടിപൊളി സ്ഥലം. കോടയാണ്, ഫുള്ള് കോട, വഴി പഠിച്ചു പോകണം. മൊത്തം കോട വന്ന് മൂടി. നമ്മളിപ്പോൾ കോട വന്ന് മൂടിയ അവസ്ഥയിലിരിക്കുകയാണ്. ഇതേ കുഞ്ഞി ഉറങ്ങുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണേ, ജലദോഷം പിടിപ്പിക്കുക നീ. കോട വന്ന് കയറിയിട്ടുണ്ട്. എന്തേ താഴെ പോവല്ലേ? കയറി കിടന്നേ. നീ അറ്റത്ത് വന്ന് കിടന്നാൽ താഴെ പോവും. അച്ഛാ അങ്ങ് കയറി കിടക്ക്. നീ കിടന്നോ. അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുക പാവം. മേളിൽ കയറി കിടക്കണോ? മേളിൽ കയറ്റി കിടക്കണ്ട. അവിടെ കിടന്നാൽ വീഴിയല്ല. ഇവിടെ കയറ്റി കിടത്തണോ? ഇതുണ്ട്, നല്ല കോടയാണ്. അടിപൊളിയായിട്ട് കോട കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ കോടമഞ്ഞിനെ മാടി വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇന്ന് സ്റ്റേ അടിക്കുകയാണ്. വൈബ് സീനാണിത്. മുകളിലൊക്കെ നല്ല കോട കയറി പോകുന്നു. ഇന്നിവിടെ തന്നെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇത് പണ്ടത്തെ ഒരു ഇതായിരുന്നു. പശുക്കൾ കയറാതിരിക്കാനാണ് അന്നത്തെ കാലത്ത് ഈ നമ്മുടെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പി വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും കാണാം. അതെന്തിനാണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് പശുക്കൾ ഇതിൻ്റെ അകത്ത് കയറി കിടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ്. പശുക്കൾ ഇതിൻ്റെ അകത്ത് കയറില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഒരുപാട് പശുക്കൾ കാണും. അതുങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ ആ കയറിപ്പോകുന്ന ജീപ്പൊക്കെ ഇത് നമ്മുടെ ഓഫ് റോഡ് പോകുന്ന വണ്ടികളാണ്. ഫുള്ള് കോട. ഇതുണ്ടോ, അടിപൊളിയാണ്. ഈ സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് പോരും കേട്ടോ, വാഗമണ്ണിലേക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കുറച്ച് സവാള അരിഞ്ഞിരുന്നു. എന്നിട്ട് കുറച്ച് തക്കാളി അരിഞ്ഞു, എന്നിട്ട് സെറ്റ് ചെയ്യണം. ഇന്നതാണ് പരിപാടി. അപ്പോഴത്തേക്കും നമ്മൾ ചായ ഇടുന്നുണ്ട്. ആ ചായ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ധാരാളം വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്.
അതിൽ കൂടി ഒരു ചെറിയ ചാല ഒഴുകി പോകുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെള്ളം തിളച്ചങ്ങ് എടുത്തു കഴിയുമ്പോൾ അവത്തോട്ട് നമ്മൾ എണ്ണ അങ്ങ് വെച്ചു, കട്ടണ വെച്ചങ്ങ് ഇട്ടു, എന്നിട്ട് നമ്മൾ മൂടി വെക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് സവോള ഉണ്ടാക്കി സവോള ഇട്ട് അടുത്ത സവോള കട്ട് ചെയ്തിടണം. പതിയെ സെറ്റ് ചെയ്യുക. അടുത്ത സാധനം തക്കാളി. അപ്പോൾ അത് സെറ്റായി. ഇതിനെ കാറ്റുന്ന നമ്മൾ വയറ് നിറയും. ബ്രെഡാണ് ഇന്നത്തെ ഭക്ഷണം. ചൂടാക്കിയ വെള്ളം വെക്കാം. കഴുകണമില്ല, എല്ലാം കൂടി കഴുകും. ഒരു കാര്യം, ബ്രെഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ബ്രെഡ് എടുത്ത് വെക്കാനുള്ള സാധനമില്ല. ഇന്നത്തെ വാഗമണിയുടെ ഭക്ഷണം നമ്മുടെ ബ്രെഡും മുട്ടയാണ്. ഇപ്പം നാളെ ഒരു ഡബ്ബ വാങ്ങിക്കണം, ഇന്നത് മറന്നുപോയി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ പിന്നീട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി മധുരം ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ. പോരാ, കട്ടൻ കാപ്പി പോരാ, ഇൻസ്റ്റൻ്റ് സാധനം കൊള്ളിയല്ല. ആ സാധനം ആരും വാങ്ങിക്കാറില്ല കേട്ടോ, ഒന്നിനും കൊള്ളിയല്ല, ചുമ്മാ പറ്റിക്കില്ല. ഇതിൻ്റെ സാധനം വാങ്ങിക്കാം. അതെ, ഈ കമ്പനിയുടെ സാധനം, ഈ ചുക്ക് കാപ്പി എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചേക്കല് ഒരു ഗുണവും ഇല്ലാത്ത സാധനമാണ്, ചുമ്മാ കളിപ്പിയിലാണ്. അപ്പോഴത്തെ ബ്രെഡ് അത് കിടന്നുറങ്ങി, അവൾക്ക് കഴിച്ച് കഴിഞ്ഞ് കൊടുക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ തിന്നിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയും. അടിപൊളി അല്ലേ? ഒരു 15 കിലോമീറ്റർ പോന്നിട്ടുണ്ട് കേട്ടോ. തള്ളായിരുന്നു വേണ്ട, ഒരടക്കം പോലും കിട്ടിയില്ല. ഇറക്കമെല്ലാം കിട്ടിയിരുന്ന രക്ഷപ്പെട്ടെ.
രാവിലത്തെ വാഗമൺ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ വാഗമൺ സിറ്റിയിലേക്ക് കയറുകയാണ്. ടൗണിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോഴത്തെ കോടമഞ്ഞൊക്കെ കുറഞ്ഞ് തങ്ങളുപാറയാണ് കാണുന്നത്. തങ്ങളുപാറയുടെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ടൗണിലോട്ട് വന്നതാണ്. നമ്മൾ താഴെയായിരുന്നു ഇന്നലെ സ്റ്റേ ചെയ്തത്. ഒരു ബസ് സ്റ്റോപ്പിലാണ് സ്റ്റേ ചെയ്തത്. വലിയ കുഴപ്പമില്ലാതെ കിടന്നു. വെളുപ്പിനായപ്പോൾ നല്ല തണുപ്പും മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനെയൊക്കെ ഞാൻ കൂടെ കിടത്തി ആണ് ഉറക്കിയത്. അപ്പോൾ അതെ നമ്മൾ മലനിരകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. വാഗമൺ ടൗണിലോട്ട് നമ്മൾ കയറുവാണ്. ഇത് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൻ്റെ ബിൽഡിങ്ങാണ്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. വാഗമണിലെ ചെറിയ ചെറിയ കാഴ്ചകളിലേക്ക് നമ്മൾ തിരിക്കുകയാണ്. അപ്പോഴത്തെ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഞാൻ സൈക്കിൾ തിരിച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് സൈക്കിൾ തിരിച്ചു വെച്ചത്. കുഞ്ഞിപ്പെണ്ണ് തണുപ്പ് കാറ്റൊക്കെ അടിച്ച് കിടക്കുകയാണ്. ചെറിയ മൂക്കൊലി പൊണ്ടിച്ച ഭക്ഷണം കൊടുക്കുമ്പോഴത്തേനും ഇതൊക്കെ കൊടുക്കണം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അകത്ത് കിടന്നു കാറ്റടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞിരുന്നതാണ്. അപ്പോൾ അവൾക്കിപ്പോൾ മനസ്സിലായി കാറ്റടിക്കുമ്പോൾ തിരിഞ്ഞിരുന്നു കാറ്റടിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ലഗേജൊക്കെ വാരിക്കെട്ടിയാണ് ഇന്ന് പോന്നിരിക്കുന്നത്. മഴയ്ക്ക് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടമല ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. വളരെ കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ കയറി പോകേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോട്ടമലയിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇത് കണ്ടോ, തേയില നുള്ളുന്ന തോട്ടം തൊഴിലാളികളെയൊക്കെ നമുക്കിവിടെ കാണാം. വിശാലമായ തേയിലത്തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, നീണ്ടു നിവർന്ന്. ചെറിയ മൊട്ടക്കുന്നുകളായിരുന്നു. ഇതിനെയൊക്കെ സായിപ്പ് തേയിലത്തോട്ടങ്ങളാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് ആൾക്കാർ ഇടിച്ചു കയറി വരുന്നു. പക്ഷേ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ തന്നെ നമുക്ക് കാണാം കോൺക്രീറ്റ് സൗധങ്ങൾ എല്ലാം ഉയർന്നു കഴിഞ്ഞു. പല തേയിലത്തോട്ടങ്ങളും ഉന്മൂലനം ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് വീടുകളായി കഴിഞ്ഞു. എന്നാൽ ഇതുപോലുള്ള കാടേരിയയിൽ ഈ കോൺക്രീറ്റ് വീടുകൾ വെച്ചിട്ട് ആ തേയിലത്തോട്ടങ്ങൾ നിലനിർത്താനുള്ളൊരു ബുദ്ധിയൊന്നും ഇവിടുത്തെ ആളുകൾക്കില്ല. അപ്പോൾ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് വിശാലമായിട്ട്. അവിടെയൊക്കെ കാടാണ്, വൈറ്റ് സൈഡാണ്. ഈ കുത്തനെയുള്ള കയറ്റം കയറി വേണം ഇനി നമുക്ക് പോകാൻ. ആ കയറ്റം കയറി അവിടെ ഒരു ചുരമുണ്ട്, അതിൻ്റെ മുകളിൽ ആ പോസ്റ്റ് കാണുന്നിടത്തൊരു ചുരമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കുത്താണ്. അപ്പോൾ പതിയെ നമുക്കങ്ങ് പോകാം. അതിനു മുമ്പായിട്ട് നമുക്ക് താഴെ ഇറങ്ങി ഇവർ ഈ തേയില കൊളുന്ത് നുള്ളുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വീണ്ടും തള്ളു തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ അമ്പലമാണ്. ഒരുപാട് പടികൾ കയറി പോകേണ്ട അമ്പലമാണ്. ഇവിടെ രാവിലെ ധാരാളം പശുക്കൾ കിടക്കുന്ന കാണാം. മുമ്പ് ഞാൻ ഇതിൽ വന്നപ്പോൾ ഇറങ്ങി രാവിലെ വരുമ്പോൾ നിറയെ പശുക്കൾ. അമ്പലത്തിൻ്റെ കവാടമൊക്കെ പണി നടക്കുകയാണ്. ഇതുണ്ടോ, ഒരു കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് ഇലകളൊക്കെ കിളുത്ത് വരുന്ന ഒരു സീനിൽ നിൽക്കുന്ന തോട്ടങ്ങളാണ്. മേളിലൊക്കെ പ്ലാന്റേഷനൊക്കെ താഴോട്ട് ഇറക്കി വരുന്നതേ ഉള്ളൂ. താഴെ ഒരു പുഴ ഒഴുകുന്ന, ഇവിടുന്ന് ഒഴുകി പോകുന്ന ഒരു പുഴ ഒഴുകുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ നൈസായിട്ട് താഴോട്ട് തള്ളി ഇറക്കി പോകാമെന്ന് വിചാരിക്കുകയാണ്. കുഞ്ഞിയെ ഉടുപ്പൊക്കെ ഇടിയിച്ച്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ തണുപ്പൊന്നും അടിക്കുകയില്ല. പക്ഷേ അടിയിൽ മുട്ടിക്കിടന്നുകൊണ്ട് ഇച്ചിരി വെള്ളം പറ്റി. അതിനിപ്പം ഉണങ്ങിക്കിട്ടണം. അതവിടെ ദേഹത്തു നിന്നുള്ള ചൂട് കൊണ്ട് ഉണങ്ങി കിട്ടിക്കോളും. കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ക്യാമറ കുലുങ്ങും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ മലയുടെ മുകളിലേക്കാണ് സത്യത്തിൽ നമുക്ക് കയറി പോകേണ്ടത്. പക്ഷേ നമ്മൾ കോട്ടമലയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ വന്നിട്ട് കോട്ടമല കണ്ടില്ല എന്നുള്ളൊരു സങ്കടം അങ്ങ് ഒഴിവാക്കാം. അവിടെയൊക്കെ റിസോർട്ടുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. MMJ ഗ്രൂപ്പിൻ്റെയും മറ്റ് ആളുകളുടെയുമായിട്ടുള്ള പ്രൈവറ്റ് സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴെ പോയിട്ട് ഇത്രയും ദൂരം നമുക്ക് ഏകദേശം ആ കാറ് കിടക്കുന്ന ദൂരം വരെ നമുക്ക് സൈക്കിൾ ഓടിച്ചു പോകാം. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ തള്ളാണ്. അത് തള്ളിക്കയറ്റി കോട്ടമല വരെ പോയി കോട്ടമലയിൽ നിന്ന് നമുക്ക് ഉപ്പുതറ റൂട്ടിലോട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് നടക്കുകയാണ്.